അസ്സലാമലൈക്കും. കിഡ്സ് ബണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഹാലിമിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഹാലിമിൻ്റെ അല്ല, ഞങ്ങളുടെ മൊത്തത്തിലൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ പറയേണ്ടി വരും. ഹാലിമ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേക്കാണ്. മൂപ്പര് ഇക്കാക്ക് പോകുന്നതിൻ്റെ മുമ്പേ എണീക്കും. ഇക്കാക്ക് സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പേ തന്നെ അവൻ എണീറ്റ് അപ്പയല്ലേ അവനും കൂടി അവനെ അവിടെ വണ്ടിയിൽ ഒന്ന് കൊണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. വോയിസ് ഓവർ കൊടുക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ആലിമിന് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവൻ ഡോറ് പോയി അടച്ച സൗണ്ടാട്ടോ കേട്ടത്. അതൊക്കെ കഴിഞ്ഞ് ഇതാ പല്ല് തേപ്പൊക്കെ മൂപ്പര് സ്വന്തമായിട്ട് ചെയ്യണം. നമ്മൾ ആരെ ഒരു ഹെൽപ്പ് ചെയ്യാനൊന്നും അവൻ സമ്മതിക്കില്ല. അവന് സ്വന്തമായിട്ട് പല്ല് തേക്കണം, അവൻ്റെ ഡ്രസ്സ് എടുക്കണം, ഇടണം, ഒക്കെയുള്ള കോൺസെപ്റ്റ് കേട്ടോ മൂപ്പർക്കും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ വെറുതെ എന്തിനാ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ പിടിച്ച് വെച്ച് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്താക്കും, എൻ്റെ പല്ലൊക്കെ തേച്ച് കൊടുക്കും. കാരണം പല്ല് ഫുള്ള് ക്ലീൻ ആവണ്ടേ. അത് കഴിഞ്ഞ് ഹനീന് യൂണിഫോമൊക്കെ ഇട്ട്, ഇതാണ് സ്വതവേ ഉള്ള ദിവസങ്ങളിൽ ഇതാണ് യൂണിഫോം. ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് വേറൊരു കളർ യൂണിഫോം ഉള്ളത്. അങ്ങനെയാണ് MESൻ്റെ റൊട്ടീന്. ഇതുവരെ അവന് ശനിയാഴ്ച സ്കൂളില്ലായിരുന്നു. ഇനി തൊട്ട് ശനിയാഴ്ച ഉണ്ടാവുമെന്ന് അറിയിച്ചത്. ഇതുവരെ തുടങ്ങിയിട്ടില്ല, എന്തായാലും തുടങ്ങുമായിരിക്കും. അങ്ങനെ അനിയനുണ്ട്. ബസ്സൊക്കെ വരാറായിട്ടുണ്ട്. ഇപ്പം വണ്ടി വരും. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഹാലിമിന് പുതിയൊരു കുട വാങ്ങിയതാണ് കേട്ടോ. ഇത് പുതിയ കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറേ ദിവസമായി നല്ല ബഹളമായിരുന്നു, എനിക്ക് കുട വേണമെന്ന്. ഈ സ്പൈഡർമാൻ്റെ കുട ഹനീൻ്റെതാണ്, ഇത് മറ്റേയാണ് ഹാലിമിൻ്റെ കുട. അപ്പോൾ രണ്ടും അടുപ്പിച്ചൊരു സ്ഥലത്ത് വെക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ 4 കുടയായിട്ട്. അപ്പോൾ ഇത് പെങ്ങളമ്മോളെ കുട, എൻ്റെ കുട, ഹാലിമിൻ്റെ കുട, അനിയൻ്റെ കുട, 4 കുടയും നിരത്തിയവട്. അതൊക്കെ ഹാലിമിൻ്റെ പണിയാട്ടോ. മൊത്തത്തിൽ അവനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വണ്ടി വരാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടേ വണ്ടി വന്നിട്ടുള്ളൂ. അതുവരെ എന്താ ഹാലിമിൻ്റെ കുട ഇങ്ങനെ എല്ലാവരും അഭിപ്രായം പറയട്ടോ. നല്ല ഭംഗിയില്ല, കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. അവന് ശിവയായിരുന്നു വേണ്ട, അവിടെ അതില്ലായിരുന്നു. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോഴാണ് വണ്ടീൻ്റെ സൗണ്ട് കേട്ട്. ഇവിടെ നല്ലോണം ചെടിയുണ്ട് കേട്ടോ ഈ വീട്ടിൽ. നല്ല അടിപൊളിയായിട്ട് അവർ ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടല്ല ഇത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു മിനിറ്റ് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് ഈ വീട്ടിലേക്ക്. അവിടെയാണ് അവർ വണ്ടി കാക്കുക. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സായതുകൊണ്ട് തന്നെ അവർക്ക് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് അവർ വണ്ടി കയറൽ. അങ്ങനെ ഇതാണ് നല്ല അടിപൊളി ചിക്കുമരമൊക്കെ ഉണ്ട്. ചിക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ടൈമിൽ. അങ്ങനെ വണ്ടീൻ്റെ സൗണ്ട് കേട്ട് വേറെ ഏതോ വണ്ടിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം വെയിറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്കും ബോറടിക്കും. പിന്നെ അവിടെ നിന്ന് എത്തേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ അധികം ലേറ്റ് ആക്കില്ല. മഴയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും വരാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ഓടി വരുന്ന സമയത്ത് നനയുകയൊക്കെ ചെയ്യും. അങ്ങനെ വണ്ടി MESൻ്റെ വണ്ടി കുതിച്ചു വന്നു. MESൻ്റെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ വീഡിയോ ആട്ടോ ഇത്. ആലിമിത ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി ഞങ്ങൾ അനിയനെ കൂട്ടാൻ വേണ്ടി പോവാണ്. ആദ്യം അനിയനെ കൊണ്ടുപോയി വിട്ട് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു 2:30 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവന് സ്കൂളിൽ നിന്ന് തിരിച്ച് വരാൻ 4:30 മണിയാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് 4 മണിക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ഒരു വീട്ടിൽ കൂടൽ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. മൂപ്പര് ഹെൽമെറ്റൊക്കെ ഇട്ട് അവൻ്റെ ബെൽറ്റ് ഇട്ടാൽ മാത്രമല്ലേ ഒരു സേഫ് ആവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് അവൻ റെഡിയായി. ഇതൊരു കവറുണ്ടായിരുന്നു, അതൊരാളെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ സ്ക്രാച്ചൊക്കെ മേടിച്ചത്. ആരാ സ്ക്രാച്ച് വീപ്പിച്ചെന്നോ ഒരു ഐഡിയ ഇല്ല. ഞാൻ വണ്ടി എവിടെ നിർത്തിയിട്ട സമയത്ത് അവിടുന്ന് സ്ക്രാച്ച് വീണത് കേട്ടോ എൻ്റെ വണ്ടിയിൽ. എന്തായാലും സ്ക്രാച്ച് വീപ്പിച്ച ആളിത് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് സൈക്കിളിൽ പോകുക എന്നുള്ളത് തന്നെ സന്തോഷമാണ്. അങ്ങനെ ഹനീനെയൊക്കെ കൂട്ടി വന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ റെഡിയായി ഞങ്ങളിതാ ഹൗസ് വാമിങ്ങളെ വീട്ടിലെത്തി. അവിടുന്ന് ആലിമിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം കേട്ടോ. മൂപ്പരേവിന് എന്ത് പറഞ്ഞാലും സെറ്റാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സെറ്റാണ് മൂപ്പര്. ഓക്കെ, അതേത് പൊസിഷൻ്റെ അകത്തുവാണെങ്കിലും ആ ഒരു പൊസിഷനിൽ അവന് നിന്ന് തരും. ഇത് എൻ്റെ ഒരു
കസിൻ്റെ വൈഫാണ്, മൂപ്പത്തിയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതൊക്കെ നല്ലോണം അവനെ ഇരിപ്പിക്കാനൊക്കെ നല്ല അടവുള്ള പെട്ടതാണ്. എനിക്ക് അത്ര ഒരു പിടുത്തം കിട്ടില്ല, എന്നാലും ഞാൻ എടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവന് അങ്ങനെ ഓരോ ചിരിക്കാൻ പറഞ്ഞ വായി തുറന്നത് ചിരിക്കാൻ പറഞ്ഞത്, അതിനാണ് ഈ ആക്ഷനൊക്കെ കാണിക്കുന്നത്. നല്ല വീടായിരുന്നു കേട്ടോ, വീടൊക്കെ അടിപൊളി വീടായിരുന്നു, മാഷാ അല്ലാ നല്ല ഭംഗിയുള്ള വീടായിരുന്നു. എൻ്റെ കസിൻ്റെ വീട്ടിൽ കൂടലാണ്. അങ്ങനെ അതവിടുന്ന് അവൻ്റെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളും അവൻ്റെ കുരുത്തക്കേടും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ നോക്കാണ്. അപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല, പിന്നെ സ്റ്റാറ്റസും കൂടി വെക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ആ കൈയൊക്കെ ഇങ്ങനെ സൈഡിൽ വെക്കുന്നുണ്ട്. മൂപ്പരെ ചില്ല് ചെയ്തിട്ടാട്ടോ എല്ലാം ചെയ്യുക. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു, മാഷാ അല്ലാ. ആ സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു, പിന്നീട് നല്ല തിരക്ക് വന്നു തുടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് വലിയൊരു തിരക്കൊന്നുമില്ല, എന്നാലും മാഷാ അല്ലാ പെട്ടെന്ന് കഴിച്ചിങ്ങ് പോരാൻ പറ്റി. ചില സമയത്ത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് എന്നിട്ടൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മടുത്തം വരും. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്നവർക്കും ഒരു മടുത്താണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികം ലേറ്റാക്കാതെ അവിടുത്തെ താഴെയുള്ളൊരു വീട്ടിൽ നിന്നായിരുന്നു ഫുഡിൻ്റെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അവിടുത്തെ ബെല്ലടിക്കുക, അവിടുത്തെ മൊത്തം ബെല്ലടിക്കുക, അവിടെ പോയിട്ട് ഡോറ് തുറക്കാൻ നോക്കുക. ഇതൊക്കെ അവൻ മെയിനായിട്ട് അവിടെ ഒരു അലങ്കോലാക്കാൻ പറ്റുമെങ്കിൽ അത് മൊത്തത്തിൽ അലമ്പാക്കി. ഇതാ കണ്ടില്ലേ, അവിടുത്തെ ബെല്ലിന് ഏതായാലും നല്ലൊരു ബില്ല് അവൻ കൊടുത്തിട്ടുണ്ടാവും. കറണ്ട് ബില്ല് അന്ന് നല്ലോണം കൂടിയിട്ടുണ്ടാവും. ഫുൾ അവൻ അവിടെ നിന്ന് പോരുന്ന സമയം വരെ അവൻ ചെയ്തുകൊണ്ടിരുന്ന അതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ദാ കുട, എൻ്റെ ഫുള്ള് പ്രഹസനം കഴിഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ കുടേൻ്റെ ഫുള്ള് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ആലിമിൻ്റെ പുതിയ കുട എങ്ങനെയുണ്ട് എന്നെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കുടേൻ്റെ കാര്യം ഇന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ശരി, ഓക്കെ, ബൈ, സി യു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കിഡ്സ് ബണ്ണീൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലടിക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. ഓക്കെ, ബൈ, സി യു.